കട്ടപ്പന ഇരട്ട കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നു. വിജയനെ കൊലപ്പെടുത്തിയത് ഭാര്യയുടെയും മകന്റെയും സഹായത്തോടെയെന്ന് നിതീഷിന്റെ മൊഴി. ഇരുവരെയും പ്രതി ചേർത്ത് കഴിഞ്ഞു. മുഖ്യപ്രതി നിതീഷ് തന്നെയാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്നാണ് അറിയുന്ന വിവരം. കൊലപാതക ശേഷം കുഞ്ഞിന്റെ മൃതദേഹം തൊഴുത്തിനുള്ളിൽ കുഴിച്ചുമൂടി. കൊല്ലപ്പെട്ട വിജയന്റെ മൃതദേഹം കണ്ടെത്താൻ കാഞ്ചിയാറിലെ വീടിന്റെ തറ പൊളിച്ച ഇന്ന് പരിശോധന നടത്തും പോലീസ്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് തത്സമയം ചേരുന്നു. രാഹുൽ വിജയൻ, ഗുഡ് മോർണിംഗ്. ഈ കാഞ്ചിയാർ കൊലപാതകം കൂടുതൽ ദുരൂഹത ഉണ്ടാകുന്നെങ്കിൽ ഇപ്പോൾ ദുരൂഹതയുടെ ചുരുളഴിക്കാൻ പോലീസിന് കഴിയുന്നുണ്ടോ? വിവരങ്ങൾ. എസ്കേൻ, ഗുഡ് മോർണിംഗ്. ഞെട്ടിക്കുന്ന കഥകളാണ് ഈ കട്ടപ്പനയിലെ ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കാഞ്ചിയാറിലെ ഈ വീടിന്റെ തറ പൊളിച്ച് ഈ കൊല്ലപ്പെട്ട വിജയന്റെ മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടി ഇന്ന് 8 മണിയോടുകൂടി ആരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകൾ പോലീസ് ചെയ്തും കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രധാന പ്രതി നിതീഷ് തന്നെയാണ്. 2023 ആഗസ്റ്റിലാണ് വിജയനെ കൊലപ്പെടുത്തുന്നത് എന്നുള്ളതാണ് FIR ഉൾപ്പെടെ പറയുകയും ചെയ്തിരിക്കുന്നത്. വീട്ടിൽ വെച്ചൊരു വാക്കുതർക്കം ഉണ്ടാകുന്നത്, അതായത് ഈ വീട്ടിൽ വെച്ച് ഒരു വാക്കുതർക്കം ഉണ്ടാകുന്നു. അതിന് പിന്നാലെ ഹാളിലെ കസേരയിലിരുന്ന വിജയനെ കോളറിന് പിടിച്ച് വലിച്ച് താഴെ ഇട്ടതിന് ശേഷം ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. പിന്നീട് ഈ വിജയന്റെ ഭാര്യയുടെയും മകൻ വിഷ്ണുവിന്റെയും സഹായത്തോടു കൂടി മുറിയിലെ വീടിനകത്ത് ഉള്ള മുറിയിലെ തറ പൊളിച്ച് കുഴിയെടുത്ത് അതിൻ്റെ അകത്ത് ഇട്ട് മൂടി പിന്നീട് അത് കോൺക്രീറ്റ് ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. മാത്രമല്ല 2016 നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിലും ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടുണ്ട്. അതിലും പ്രധാന പ്രതി നിതീഷ് തന്നെയാണ്. ഈ വിജയന്റെ മകളും നിതീഷും തമ്മിൽ സൗഹൃദത്തിലായിരുന്നു. അവർക്കുണ്ടായ കുട്ടിയാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കുട്ടി ഉണ്ടായ വിവരം പുറത്തെറിഞ്ഞാൽ ഉണ്ടാകുന്ന നാണക്കേടിനെ തുടർന്നാണ് കൊലപാതകമെന്നും FIR-ൽ പറഞ്ഞിട്ടുണ്ട്. ആ കേസിൽ വിജയനും പ്രതിയാണ്. കൊല്ലപ്പെട്ട വിജയനും ഈ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയാണ്. മാത്രമല്ല ഈ വിഷ്ണു, വിജയന്റെ മകനും ആ കേസിൽ പ്രതിയാണ്. ആ കേസിൽ 3 പേരാണ് പ്രതികളായിട്ട് ഉള്ളതെന്നും നമുക്കറിയാൻ കഴിയുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കുട്ടിയെ കൊലപ്പെടുത്തിയത് നിതീഷ് തന്നെയാണ്. ഈ കുട്ടിയെ, ഈ നവജാത ശിശുവിനെ കാലിൽ തൂക്കി നിതീഷിന്റെ കയ്യിലേക്ക് എടുത്തു കൊടുത്തത് വിജയനാണ്. പിന്നീട് ഈ തലയണ കൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്നവർ താമസിച്ചിരുന്നത് 2016 താമസിച്ചിരുന്നത് ഈ വീട്ടിലല്ല, കട്ടപ്പന സാഗര ജംഗ്ഷനിലുള്ള മറ്റൊരു വീട്ടിലാണ്. അവിടെ ആ വീടിന്റെ സമീപത്തുള്ള തൊഴുത്തിലാണ് ഈ കുട്ടിയെ കുഴിച്ചു മൂടിയത് എന്നതാണ് നിതീഷ് മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും ഇന്നലത്തെ ചോദ്യം ചെയ്യലിൽ 1 മണിക്കൂർ കൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം കുറ്റസമ്മതം നടത്തി എന്നുള്ളതും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ശാസ്ത്രീയ പരിശോധനകളാണ് നടക്കേണ്ടത്. ഈ വീടിന്റെ തറ പൊളിച്ച്, ഇപ്പോൾ ഈ കാഞ്ചിയാറിലെ വീടിന്റെ തറ പൊളിച്ച് ആ മൃതദേഹാവശിഷ്ടങ്ങൾ, വിജയന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ പുറത്തെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം ഈ നവജാത ശിശുവിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള പരിശോധന ഉണ്ടാകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഈ വീടിനെ ചുറ്റിപ്പറ്റിയും വലിയ ദുരൂഹതകൾ നിലനിൽക്കുന്നു എന്നുള്ള കാര്യവും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നുണ്ട്. ഈ വീടിനകത്ത് വലിയ പൂജകളും ഹോമങ്ങളും ഒക്കെ നടന്നതിന്റെ വലിയ തെളിവുകളും അവശിഷ്ടങ്ങളും ഒക്കെയുണ്ട്. അത് എന്തിന്റെ പേരിലാണ്, അല്ലെങ്കിൽ എന്ത് കാരണത്തിലാണ് അത്തരമൊരു പൂജ ഇവിടെ നടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരാനുണ്ട്. അതുൾപ്പെടെ ഇനി കണ്ടെത്തേണ്ടതുണ്ട്. 2016 നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയത് ഏതെങ്കിലും അന്ധവിശ്വാസത്തിന്റെ പേരിലാണോ എന്നൊരു സംശയമുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ അത് അന്ധവിശ്വാസത്തിന്റെ പേരിലല്ല എന്നുള്ളതാണ് അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരു നാടിനെ ഒന്നാകെ നടുക്കിയിരിക്കുകയാണ്. ഈ മോഷണ കേസുമായി ബന്ധപ്പെട്ട് നിതീഷും വിഷ്ണുവും അറസ്റ്റിലായപ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന കൊലപാതക കഥ പുറത്തു വരുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തെളിവെടുപ്പിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായിട്ട് പോലീസ് ഈ കാഞ്ചിയാറിലെ വീട്ടിലെത്തുമ്പോഴാണ് ഈ ദുരൂഹതകളുടെയൊക്കെ ചുരുളഴിയാൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ പോലീസിന്റെ വലിയ സംശയങ്ങൾക്ക് തുടക്കമാകുന്നത് എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അല്പസമയത്തിനകം തന്നെ കാഞ്ചിയാറിലെ വീട്ടിലെത്തിച്ചുകൊണ്ട് നിതീഷിനെ തെളിവെടുക്കും. ഈ തറ ഉൾപ്പെടെ പൊളിച്ച് പരിശോധന നടത്തും. ഓക്കെ, താങ്ക് യു. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.